രാഷ്ട്രീയ കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ചതാണ് തൃശൂർ കാളത്തോട് നാച്ചു വധക്കേസ്. രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിലാണ് CITU പ്രവർത്തകനായ കാളത്തോട് നാച്ചു എന്ന ഷമീറിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. 2021 ഒക്ടോബർ 22-ന് ഷമീറിനെ പ്രതികൾ വാഹനം തടഞ്ഞു വാളുകൊണ്ട് വെട്ടിയും ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചും കൊലപ്പെടുത്തിയ സംഭവം പോപ്പുലർ ഫ്രണ്ട് എന്ന പ്രസ്ഥാനത്തിൻ്റെ ക്രൂരതയാണ് തുറന്നുകാട്ടിയത്. നാച്ചുവിനെ കൊലപ്പെടുത്തി 3.5 വർഷത്തിന് ശേഷം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ 6 പ്രതികൾക്കും കോടതി ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതികൾ 13 ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്ന് ഉത്തരവിലുണ്ട്. ഒക്ടോബർ 21-നാണ് കേസിനാസ്പദമായ കൊലപാതകം നടന്നത്. കാളത്തോട് മുസ്ലിം പള്ളിയുടെ മുൻവശത്തുള്ള പാർപ്പിടം റോഡിലൂടെ ഗുഡ്സ് ഓട്ടോയുമായി വരികയായിരുന്ന ഷമീറിനെ പ്രതികൾ വാഹനം തടഞ്ഞ് വാളുകൊണ്ട് വെട്ടിയും ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചും കൊലപ്പെടുത്തിയെന്നാണ് കേസ്. രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം. തൃശൂർ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത വെട്ടിക്കപ്പറമ്പിൽ ഷാജഹാൻ, വലിയകത്ത് ഷബീർ, പരിക്കുന്ന് വീട്ടിൽ അമൽ സാലിഹ് എന്നിവർക്കും ഗൂഢാലോചനയിൽ പങ്കെടുത്ത വലിയകത്ത് ഷിഹാസ്, കാട്ടുപറമ്പിൽ നവാസ്, പോക്കാക്കേലത്ത് വീട്ടിൽ സൈനുദ്ദീൻ എന്നിവർക്കുമാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ ലഭിച്ചത്. ഇവർക്ക് 13 ലക്ഷം രൂപയും പിഴ ചുമത്തി. ഇതിനു പുറമെ 1 മുതൽ 3 വരെയുള്ള പ്രതികൾക്ക് 5 വർഷം അധിക ശിക്ഷയും കോടതി വിധിച്ചു. സാക്ഷികളെ പ്രതികൾ പലവട്ടം ഭീഷണിപ്പെടുത്തിയതോടെ ഹൈക്കോടതി പ്രത്യേക ഇടപെടൽ നടത്തിയാണ് കേസ് വിചാരണ പൂർത്തിയാക്കിയത്. വിറ്റ്നസ് പ്രൊട്ടക്ഷൻ കാറ്റഗറിയിൽപ്പെടുത്തി സാക്ഷികൾക്ക് പോലീസ് സുരക്ഷയും ഹൈക്കോടതി അനുവദിച്ചിരുന്നു. സാക്ഷികളെ വിസ്തരിച്ച കേസിൽ 207ഓളം രേഖകളും 22ഓളം തൊണ്ടിമുതലുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. ഗൂഢാലോചന തെളിയിക്കുന്നതിനായി കോടതിയിൽ പ്രതികൾ 2021 ഒക്ടോബർ 15 മുതൽ നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ വിവരങ്ങളും ഹാജരാക്കിയിരുന്നു. ഗൂഢാലോചനയിൽ പങ്കെടുത്ത പ്രതികൾ 4ാം പ്രതി ഷിഹാസിന്റെ വീട്ടിലെത്തി ഗൂഢാലോചന നടത്തിയെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളും കേസ് അന്വേഷിച്ച മണ്ണുത്തി പോലീസിന് ലഭ്യമായിരുന്നു. കൂടാതെ സൈബർ ഫോറൻസിക് റിപ്പോർട്ടുകളും മറ്റ് ഫോറൻസിക് തെളിവുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഉപയോഗിച്ചത് പ്രതികളെ ശിക്ഷിക്കുന്നതിന് സഹായകരമായി. പ്രോസിക്യൂഷന് വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KB സുനിൽകുമാർ, പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ലിജി മധു എന്നിവരാണ് ഹാജരായത്. ന്യൂസ് 18 തൃശൂർ.